നമസ്കാരം. എല്ലാവർക്കും ആദരവോടെ പ്രണാമങ്ങൾ. ഭാരതത്തിൻ്റെ ദർശനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അത് ചില സിദ്ധാന്തങ്ങളെ, ചില ചിന്താധാരകളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് മനുഷ്യൻ്റെ ജീവിതത്തിന് കരുത്തേകുന്ന, താങ്ങാവുന്ന പ്രശ്നങ്ങളിൽ, അവൻ്റെ പ്രതിസന്ധികളിൽ, ആകുലതകളിൽ ഒക്കെ കരുത്തേകുന്ന ഒരു പ്രായോഗിക ജീവിത ദർശനം കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതാണ്. കൂരിരുട്ടിൽ പ്രതീക്ഷയേകുന്ന ഒരു പ്രകാശത്തിൻ്റെ സാധ്യത ഋഷിമാർ ധ്യാനത്തിലൂടെ, തപസ്സിലൂടെ, അന്തർദർശനത്തിലൂടെ നേടിയെടുത്ത ആത്മജ്ഞാനം എന്ന ജീവിത ദർശനമാണ് ഭാരതത്തിൻ്റെ ദാർശനിക കരുത്ത്. ഈ വെളിച്ചം നുകരാനായാൽ ജീവിതം തേജോമയമാകും, ഭവരോഗങ്ങളകന്ന് ജീവിതം സ്വതന്ത്രമാകും. ഈ കരുത്ത് കൂടെയുള്ളപ്പോൾ, സദാ ഉള്ളിൽ ജ്വലിക്കുന്ന ഈ ആത്മപ്രകാശമുള്ളപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ആകുലപ്പെടുന്നത്? മനുഷ്യൻ എങ്ങനെയാണ് അസ്വസ്ഥനാകുന്നത്? മനുഷ്യനെ ഭയത്തിൽ നിന്നും, ആകുലതകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനന്തമായ സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ദർശനമായിരുന്നു ഭാരതീയ ചിന്തകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നാടിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ജീവിതം പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴൊക്കെ ഈ നാടിന് കരുത്താകാൻ ഈ ദാർശനിക ചിന്തകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആർഷജ്ഞാനത്തിൻ്റെ ഈ അക്ഷയ സ്രോതസ്സുകൾ ഋഷിമാരിലൂടെ കാലങ്ങളിൽ പുനർജനിച്ചിട്ടുണ്ട്. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ലോകത്തെ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിച്ച ഈ ആചാര്യന്മാരുടെ പരമ്പരയിൽ സമാദരണീയമായ ഒരു വ്യക്തിത്വമാണ് ആചാര്യ ശ്രീശങ്കരാചാര്യ ഭഗവത്പാദരുടേത്. ലോകദാർശനികതയുടെ കൊടുമുടിപ്പൊക്കത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് നടന്നു കയറിയ ഒരു യാത്രയായിരുന്നു ശങ്കരാചാര്യരുടേത്. പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നെന്ന് തിരിച്ചറിഞ്ഞ ഒരു യാത്ര, ദാർശനിക കരുത്തിൻ്റെ ദിഗ്വിജയ യാത്ര. ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ ദാർശനിക ചിന്ത, ദാർശനിക പെരുമ വിളംബരം ചെയ്ത യാത്രയായിരുന്നു ആചാര്യസ്വാമികളുടെ ദിഗ്വിജയ യാത്ര. കാലടിയിൽ നിന്ന് ആരംഭിച്ച് കേദാരനാഥത്തിൻ്റെ വിദൂര സ്ഥലങ്ങളിലേക്ക്, ശാന്തസ്ഥലികളിലേക്ക് നടന്നു കയറും വരെ ജ്ഞാനസഞ്ചാരത്തിൻ്റെ മഹാത്ഭുതങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിയുടെ യാത്ര, വശ്യവചസ്സായ കവിയുടെ യാത്ര, ഇതൊക്കെ സമന്വയിക്കുന്നുണ്ട് ആചാര്യസ്വാമികളുടെ യാത്രയിൽ. ഭൂമിശാസ്ത്രപരമായ ഭാരതത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് ഭാരതത്തെ ദാർശനികമായി സമന്വയിപ്പിച്ച യാത്രയായിരുന്നു ആചാര്യസ്വാമികളുടേത്. ആചാര്യസ്വാമികൾ ഭാരതത്തിൻ്റെ സ്വത്വം തേടിയായിരുന്നു വാസ്തവത്തിൽ യാത്ര ചെയ്തത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ആത്മീയ സ്വത്വമായിരുന്നു, ആത്മീയ അന്വേഷണമായിരുന്നു ശങ്കരാചാര്യസ്വാമികളുടേത്. ജനിതകപരവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് ഭാരതം എന്ന വിശാലമായ ദാർശനിക ആത്മീയ സ്വത്വം തേടിയുള്ള ഒരു യാത്രയാണ് ആചാര്യസ്വാമികളുടേത്. ഇത് വാസ്തവത്തിൽ ഭാരതത്തെ ഉണർത്തുന്ന യാത്രയായിരുന്നു, ഭാരതത്തെ അഖണ്ഡമായി സമന്വയിപ്പിക്കുന്ന യാത്രയായിരുന്നു, ഭാരതത്തെ ദാർശനികമായി സംഗ്രഥനം ചെയ്ത യാത്രയായിരുന്നു. അങ്ങനെ ഭാരത നവോത്ഥാനത്തിൻ്റെ രാജശില്പിയായിരുന്നു ശങ്കരാചാര്യർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ദാർശനികമായി ഈ നാടിനെ ഭാരതം എന്ന ഒരു ഏകതയിൽ സമന്വയിപ്പിക്കുകയായിരുന്നു ആചാര്യസ്വാമികൾ. ലോകത്തെ ഇരുട്ടിലാഴ്ത്തിയ അശാന്തിക്കുമേൽ ജ്ഞാനപ്രകാശം ചൊരിഞ്ഞുകൊണ്ടുള്ള ഈ സഞ്ചാരം എക്കാലത്തും ഭാരതം സ്മരിക്കപ്പെടുന്ന ഒരു യാത്രയാണ്. കാരണം അത് ഭാരതത്തെ ലോകത്തിനു മുന്നിൽ പ്രതിഷ്ഠിച്ച, ഇവിടെ ജ്ഞാനത്തിൻ്റെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, വേദകാലത്തിലൂടെ ഭാരതം സ്വരൂപിച്ചെടുത്ത, തൻ്റെ പ്രോജ്വല കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കാലത്തിൻ്റെ കെടുതികളെ അതിജീവിച്ച് സനാതനമായ മൂല്യങ്ങളിൽ നിന്നും ജീവരസം നുകർന്ന് ഭാരതം ആധുനിക കാലത്തിൽ എത്തി നിൽക്കുമ്പോൾ
ആധുനിക കാലത്തിന്റെ പ്രതിസന്ധികളെ, ആധുനിക കാലത്തിന്റെ സാധ്യതകളെ ഭാരതം അഭിമുഖീകരിക്കുമ്പോൾ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഭാരതത്തിന് കരുത്തായത് ഈ ദാർശനിക ചിന്ത ഭാരതത്തിന്റെ ആത്മാവിന്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇതിനെ ജ്വലിപ്പിച്ച ആചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ആചാര്യ ശങ്കരാചാര്യ ഭഗവത്പാദർ. ആ യാത്രയെ, ആ ദിഗ്വിജയ യാത്രയെ ഭാരതം ഈ രീതിയിലാണ് സ്മരിക്കേണ്ടത്. ആത്മാഭിമാനത്തോടെ ലോകത്തിനു മുന്നിൽ നിലനിൽക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ഒരു യാത്രയായിരുന്നു. ആചാര്യ ശങ്കര ഭഗവത്പാദർ പ്രസ്ഥാനത്രയ ഭാഷ്യം അനേകം കൃതികൾ രചിച്ചുകൊണ്ടൊക്കെ വാദഗ്രന്ഥങ്ങളിലൂടെ ഭാരതത്തിന്റെ പല ജ്ഞാനകേന്ദ്രങ്ങളിലും പോയി അവിടെ വാദപ്രതിവാദങ്ങൾ നടത്തി വിദ്വത് സഭകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്വൈത വേദാന്തത്തിലാണ് ഭാരതത്തിന്റെ ദാർശനികമായ ചിന്ത സമന്വയിക്കുന്നത്. അദ്വൈതത്തിന്റെ വിശാലമായ ഇടത്തേക്ക് ഭാരതത്തിന്റെ വൈവിധ്യങ്ങളായ ചിന്താപദ്ധതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് അവയുടെ വൈവിധ്യം നിലനിൽക്കുമ്പോഴും അദ്വൈതമെന്ന വിശാലമായ ഇടത്ത്, വേദത്തിന്റെ സാരമായ അദ്വൈതമെന്ന വിശാലമായ ഒരിടത്തേക്ക് ഭാരതീയ ചിന്തകളെ സമന്വയിപ്പിക്കാൻ ശങ്കരാചാര്യസ്വാമികൾക്ക് സാധിച്ചു. ഈ അദ്വൈത കരുത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യസ്വാമികൾക്ക് നമുക്കെല്ലാവർക്കും പരിചിതമായ മനീഷാ പഞ്ചകം എന്ന ആചാര്യസ്വാമികളുടെ കൃതി, കാശിയാണ് അതിന്റെ രചനാ പശ്ചാത്തലം. വളരെ മനോഹരമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രചന ആചാര്യസ്വാമികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കാശിയിലൂടെ ആചാര്യസ്വാമികൾ നടന്നു പോകുമ്പോൾ, അക്കാലത്തെ ഏറ്റവും വലിയ വിദ്യാകേന്ദ്രമാണ് കാശി. കാശിയിലൂടെ ആചാര്യസ്വാമികൾ നടന്നു പോകുമ്പോൾ തനിക്കെതിരെ വന്ന ഒരു ചണ്ടാലനോട് ഒരുപക്ഷെ അവിടുത്തെ സമൂഹം, തനിക്ക് മുന്നിലുള്ള വ്യക്തികൾ മാറിപ്പോകൂ, ബ്രാഹ്മണർ നടക്കുന്ന വഴിയാണിത് എന്ന് പറഞ്ഞപ്പോൾ ആ ചണ്ടാലൻ തിരിച്ച് ചോദിച്ചു അത്രേ, ഈ ശരീരമാണ് മാറേണ്ടതെങ്കിൽ ഈ ശരീരവും അങ്ങയുടെ ശരീരവും നിങ്ങളുടെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. ഇനി ചൈതന്യമാണ് മാറേണ്ടതെങ്കിൽ ചൈതന്യത്തെ എവിടേക്ക് മാറ്റാൻ സാധിക്കും? ഈ പവിത്രമായ ഗംഗയിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും ഞങ്ങൾ ചണ്ടാലന്മാരുടെ ഗൃഹത്തിൽ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ വിഭാഗീയതയ്ക്ക് എന്തടിസ്ഥാനമാണ്? ഈ ചോദ്യം ആചാര്യസ്വാമികളുടെ മനസ്സിനെ വളരെ ഗൗരവമായി ബാധിക്കുകയും ഈ ചോദ്യം ഉന്നയിക്കുന്ന ആൾ ആത്മജ്ഞാനിയായ ഒരാളായിരിക്കും. അത് ചണ്ടാല ശരീരത്തിലായാലും ബ്രാഹ്മണ ശരീരത്തിലായാലും ഈ ഒരു ജ്ഞാനമുള്ള ഒരാൾ തനിക്ക് ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചണ്ടാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മമ എന്ന് പറഞ്ഞ് ആചാര്യസ്വാമികൾ ആ ചണ്ടാലനെ നമസ്കരിക്കുകയാണ്. അപ്പോ ഇത് ഭാരതം ലോകത്തോട് നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു. ഇവിടുത്തെ ജ്ഞാന പാരമ്പര്യം എന്ന് പറയുന്നത് അറിവിനെ നമിക്കുന്ന പാരമ്പര്യമായിരുന്നു. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ മറ്റ് എന്ത് വിഭാഗീയതകളും അതിന് ഘടകമല്ലെന്നും അറിവുള്ളവൻ എന്നും ആദരിക്കപ്പെടണമെന്നുമുള്ള ഭാരതത്തിന്റെ ഒരു ചിന്താധാരയാണ് മനീഷാ പഞ്ചകത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഇരുണ്ട ഘട്ടങ്ങളിലൂടെ ഭാരതം കടന്നുപോയിട്ടുണ്ട്. ജാതീയതയുടെ പേരിലുള്ള വിവേചനങ്ങളുടെ ഒരു ഇരുണ്ട കാലത്തിലൂടെ ഭാരതം കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അതല്ല ഭാരതത്തിന്റെ ദർശനം. ഭാരതത്തിന്റെ ദർശനം ഈ അദ്വൈത കരുത്തിൽ രൂപപ്പെട്ടതാണ്. പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഒരേ ചൈതന്യത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് എന്ന കരുത്തിൽ രൂപപ്പെട്ട ഒരു ദർശനത്തിനുള്ളിൽ എങ്ങനെയാണ് വിഭാഗീയതയ്ക്ക് സ്ഥാനമുണ്ടാവുക? എങ്ങനെയാണ് ഉച്ചനീചത്വങ്ങൾക്ക് സ്ഥാനമുണ്ടാവുക? ഇത് വിളംബരം ചെയ്തുകൊണ്ടായിരുന്നു ശങ്കരാചാര്യർ ദിഗ്വിജയ യാത്ര നടത്തിയത്. ഈ ഏകത്വ ദർശനം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ശങ്കരാചാര്യർ ദിഗ്വിജയ യാത്ര നടത്തിയത്. അതുകൊണ്ട് ഇന്നും ശങ്കരാചാര്യസ്വാമികളുടെ യാത്ര പ്രസക്തമാകുന്നത്, ശങ്കരാചാര്യസ്വാമികളുടെ ചിന്ത, അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ ജീവിതം പ്രസക്തമാകുന്നത് ഭാരതം അമൃതകാലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, വിശ്വഗുരു എന്ന തലത്തിൽ ഭാരതം അംഗീകരിക്കപ്പെടുമ്പോൾ, ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് വിവിധ ചിന്താധാരകൾ എത്തിച്ചേരുമ്പോൾ ഭാരതം ലോകത്തിന് മാതൃകയാകേണ്ടത്, ലോകത്തിന് വഴികാട്ടിയാകേണ്ടത് ഈ അദ്വൈത ഭാരതത്തെ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ്. ഓരോ ഭാരതീയന്റെ ഉള്ളിലും ആചാര്യസ്വാമികളും നമ്മുടെ ഋഷി പരമ്പരയും നമുക്ക് പകർന്ന ഈ കരുത്ത്,
ഇതാണ് നമുക്ക് ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ളത്. ഈ ദർശനത്തിന്റെ കരുത്തിലാണ് ഭാരതം സധൈര്യം ലോകചിന്തകൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യരിലൂടെ ഭാരതം വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞ ഭാരതത്തിന്റെ ഈ ഏകതയുടെ, ഭാരതത്തിന്റെ ഈ ഐക്യത്തിന്റെ സ്വരം നമുക്ക് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ, പ്രഖ്യാപിക്കാൻ, അഭിമാനത്തോടെ അതിൻ്റെ വക്താക്കളാകാൻ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ആദരവോടെ ഏവർക്കും പ്രണാമങ്ങൾ. നമസ്കാരം.